സർക്കാർ ഒപ്പമുണ്ട് എന്നത് വെറും വാക്കല്ല, ഉറപ്പാണെന്ന് കാസർഗോഡ് പെർളയിലെ ഹരീഷയ്ക്കും കുടുംബത്തിനും അവരുടെ ജീവിതം കൊണ്ടറിയാം. ഇളയ മകൾ അപൂർവ രക്തരോഗ ബാധിതയായതോടെ ചികിത്സയുമായി ദുരിതക്കയത്തിലേക്ക് മുങ്ങിയ കുടുംബം മന്ത്രിമാരുടെ താലൂക്ക് തല അദാലത്തിലൂടെയുള്ള സർക്കാർ ഇടപെടലിൽ ചികിത്സയും മരുന്നും മറ്റ് സൗകര്യങ്ങളുമായതോടെ ഇന്ന് ആശ്വാസത്തിന്റെ തുരുത്തിലാണ്. ആശ്വാസത്തിന്റെ കണ്ണീർ നനവുള്ള പുഞ്ചിരിയാണ് ഹരീഷയുടെയും സന്ധ്യ സരസ്വതിയുടെയും മുഖത്തിപ്പോൾ. കർണാടകയിൽ നിന്ന് കൂലിപ്പണിക്കെത്തിയപ്പോഴാണ് ഹരീഷ എൻമകജയിലെ സന്ധ്യ സരസ്വതിയെ വിവാഹം കഴിച്ചത്. മക്കൾ ബബിതയും ശ്രേയയും കൂട്ടിനെത്തിയതോടെ വാടക വീട്ടിലാണെങ്കിലും സന്തോഷത്തോടെയാണ് കുടുംബം കഴിഞ്ഞിരുന്നത്. കുറക കുടുംബമായിരുന്നെങ്കിലും രേഖകളൊന്നുമില്ലാത്തതിനാൽ സഹായമൊന്നും ലഭ്യമായിരുന്നില്ല. വാടക താങ്ങാനാവാതായതോടെ പെർളയിലെ ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന കുടുംബം ബജക്കുട്ലുവിലേക്ക് മാറി. കണ്ടിഗെ കുറഡ്ക റോഡരികിൽ പുറമ്പോക്ക് സ്ഥലത്ത് കൂര കെട്ടി താമസം തുടങ്ങി. ഇതിനിടെയാണ് ഇളയ മകൾക്ക് രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന രോഗം സ്ഥിരീകരിച്ചത്. ജീവിതം ഒരു കണ്ണീർ കഥയായി. മണിപ്പാലിലെ ആശുപത്രിയിൽ 2 ആഴ്ചയിലൊരിക്കലെത്തി 2 ദിവസം താമസിച്ച് രക്തം മാറ്റിക്കൊണ്ടിരിക്കാൻ ഡോക്ടർമാർ നിർദ്ദേശം നൽകി. യാത്രയും താമസവും ചികിത്സയുമെല്ലാം കുടുംബത്തിന് താങ്ങാതായി. ഇതോടെ മഞ്ചേശ്വരത്ത് മന്ത്രിമാർ പങ്കെടുത്ത് നടന്ന താലൂക്ക് തല അദാലത്തിലേക്ക് ആശാവർക്കർ കൂടിയായ പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗം സൗദാബി ഹനീഫ് കുടുംബത്തെ എത്തിക്കുകയായിരുന്നു. ദയനീയാവസ്ഥ അറിയിച്ചതോടെ അടിയന്തര ഇടപെടലുണ്ടായി. ആദ്യം കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലും കുട്ടിയുമായുള്ള യാത്രാ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പിന്നീട് കാസർഗോഡ് ജനറൽ ಆಸ್ಪತ್ರೆയിലും മരുന്നും ചികിത്സാ സൗകര്യവും ഒരുക്കി. ಮಣಿಪಾಲದಲ್ಲಿ ಆಗಿದ್ದಾರೆ 15 ಲಕ್ಷ ಆಗ್ತದೆ ಅಂತ ಸರಿ ಆಗಬೇಕಾದ್ರೆ ಆಪರೇಷನ್ ಆಗಬೇಕಂತ ಅವಳು 2 ಮಕ್ಕಳು ಸಹ ಬೇಕು. ಅದಕ್ಕೆ ಅವಳದ್ದು ತೆಗೆದು ಇವಳಿಗೆ ಕೊಡಲಿಕ್ಕೆ ಅಂತ ಉಂಟಂತೆ. ಒಂದು ನೀರಿನ ಅಂಶ ಇಲ್ಲದ್ರೆ ನಮಗೆ ಕಷ್ಟ ಆಗ್ತದೆ. കുട്ടിക്ക് ചികിത്സയും മരുന്നും എത്തിച്ചതിനൊപ്പം താലൂക്ക് തല അദാലത്തിന്റെ ഉത്തരവിലൂടെ ഒരാഴ്ചക്കകം വീട്ടിൽ സൗജന്യ വൈദ്യുതി കണക്ഷൻ നൽകി. പിന്നാലെ റേഷൻ കാർഡും വികലാംഗ സർട്ടിഫിക്കറ്റും ലഭിച്ചു. ഇവരെ പ്രശ്നങ്ങൾ ഞാൻ അറിഞ്ഞ ശേഷമാണ് ഇവരെ അദാലത്തിൽ കൊണ്ടുപോയത്. അപ്പോൾ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നടന്ന അദാലത്തിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പങ്കെടുത്ത അദാലത്തായിരുന്നു. അപ്പോൾ മന്ത്രിൻ്റെ അടുത്ത് ഇവരെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ മന്ത്രി ഇവരെ വിഷയങ്ങൾ പരാതികൾ കേട്ട ശേഷം മന്ത്രി നല്ല കാര്യമായിട്ട് തന്നെ ഇവരെ പരാതി എടുത്ത് അപ്പോൾ തന്നെ മെഡിക്കൽ ഓഫീസറെ വിളിച്ച്, അതുപോലെ തന്നെ KCB സെക്ഷൻ്റെ ആൾക്കാരെ വിളിച്ച് കറണ്ട് കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്ത്, അതുപോലെ തന്നെ ചികിത്സയ്ക്ക് ആവശ്യമായ സഹായം ഒരുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ്. വീടുള്ള സ്ഥലം പുറമ്പോക്കായതിനാൽ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥ. സ്ഥലത്തിന് രേഖകൾ സജ്ജമാക്കി ലൈഫിൽ വീട് നൽകുന്നതിനുള്ള തുടർ നടപടികൾ തുടങ്ങിയതോടെ പുതിയ വീടിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കുടുംബം. അദാലത്തിലൂടെ കരുതലിന്റെ കരങ്ങളെത്തിയതോടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കുകയാണ് ഈ കുടുംബം. ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.